വെട്ടിലാക്കി എന്ന് മാത്രമല്ല, ഒരു വല്ലാത്തൊരു ദിവസം അതിനുവേണ്ടി UDF-നെ കൺവീനറെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. പകുതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം ഒരു ഉളുപ്പുമില്ലാതെ, ആ വാക്ക് തന്നെ പറയണം, ഒരു ഉളുപ്പുമില്ലാതെ ഒരു നേതാവ് വന്നെന്ന് പറയുകയാണ് ദിലീപിന് നീതി കിട്ടി. അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ വരിയാണ് പ്രധാനപ്പെട്ടത്. ഈ നടിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നത് എന്നൊക്കെ പറയുമെങ്കിലും, നടിയുടെ കൂടെയാണ് നമ്മൾ നിൽക്കുന്നതൊക്കെ പറയുമെങ്കിലും എല്ലാവർക്കും നീതി കിട്ടണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദിലീപിന് കോടതി വഴി നീതി കിട്ടി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം പിന്നെ ഒരു വരി കൂടെ പറയുന്നുണ്ട്, സർക്കാരിന് അപ്പീൽ പോകാം, അവർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. കേരളത്തിൽ ഈ കേസിൻ്റെ നാൾ വഴിയിൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും മോശമായി സംസാരിച്ച ഒരു പൊതുപ്രവർത്തകന്, എന്തൊരു സിനിമാ രംഗത്തു നിന്ന് പോലും ഇങ്ങനെ അപമാനിക്കുന്ന, അപഹസിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കേട്ടിട്ടില്ല. UDF-ൻ്റെ കൺവീനറാണത്രേ. എങ്ങനെ പറയാൻ തോന്നുന്നു? ഓരോരോ വരിയായി എടുത്ത് നോക്കിയാൽ ശരിയാണ്, ദിലീപിന് കോടതി വഴി നീതി കിട്ടിയെന്ന് ദിലീപിന് തോന്നും. നിങ്ങളുടെ അഭിപ്രായം എന്താ? UDF-ൻ്റെ അഭിപ്രായം എന്താ? കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ? കേരളത്തിൽ നിന്ന് ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട MP-യുടെ അഭിപ്രായം എന്താ? ദിലീപിനാണോ നീതി, അതോ ഈ ഇരയാക്കപ്പെട്ട ഒരു സ്ത്രീക്ക് അനീതി കിട്ടിയെന്നാണോ? കേരളം മുഴുവൻ പറയാതെ പറയുന്നതും പരസ്യമായി പറയുന്നതും ഇത് പകുതി നീതി പോലും ആയിട്ടില്ല എന്നാണ്. അങ്ങനെ ഇരിക്കെ UDF-ൻ്റെ കൺവീനർ, അത് ചെറിയ പദവിയൊന്നുമല്ല, UDF-ൻ്റെ കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ കുളിച്ച് കുറിതൊട്ട് ക്യാമറയുടെ മുമ്പിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ സംസാരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ദിലീപിന് നീതി കിട്ടി പോലും. എങ്ങനെയാണ് ഇത്തരം ആളുകൾ ഒരു സംവിധാനത്തെ, UDF പോലൊരു സംവിധാനത്തെ നയിച്ചുകൊണ്ട് പോകുന്നത്?